മല്ലു ട്രാവലറിന് എന്താണ് പറ്റിയത്? ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമാണിത്. കഴിഞ്ഞൊരു 1-2 ആഴ്ചക്കിടെ ആയിരക്കണക്കിന് 10,000-കണക്കിന് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. എന്റെ കൂടെ നിങ്ങൾക്ക് ഒരിക്കലും ഗ്യാങ് ആയിട്ട് ആരും കാണാൻ പറ്റില്ല, ഒരു ടീം ഒരിക്കലും എന്റെ അടുത്തില്ല. ഇപ്പൊ പല ഇൻഫ്ലുവൻസേഴ്സിനാണെങ്കിലും അവർക്ക് അവരുടെ കൂടെ ഒരു ടീമുണ്ട്, പക്ഷെ എനിക്കതില്ല. ഞാൻ എപ്പോഴും ഒറ്റക്കാണ്. ഞങ്ങളൊക്കെ കൂട്ടുന്നുണ്ട്. ഞാൻ യൂട്യൂബിന്റെ കരിയർ തുടങ്ങിയിട്ട് ഇപ്പം 2018 തുടങ്ങിയാണ്. 7 വർഷമായി. കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ക്യാമറയോടാണ്, നിങ്ങളോടാണ്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ എന്തിനാ? 7 വർഷമായിട്ട് ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ ഓട്ടോമാറ്റിക് സംസാരിച്ചുകൊണ്ടിരിക്കില്ല. അപ്പൊ എന്ത് സംഭവിച്ചാൽ എന്റെ മൈൻഡിനെ ശരിക്കും ഒരു സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എന്നെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഖത്തർ പോയി, അവിടുന്ന് ഞാൻ തായ്ലൻഡ് പോയിട്ട് അവിടുന്ന് ഞാൻ മക്കാവ് പോയി, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പോയി, ലാവോസ് പോയി. ഞാനൊരു ഉലകം ചുറ്റും ബാലിവൻ, പണക്കാരൻ, ஆனால் ഏഴകൾക്ക് തോഴൻ. പാജിയുടെ കൂടെ നിന്നു. അവരൊക്കെ ഒരു സിഖ് കമ്മ്യൂണിറ്റിയാണ്. അപ്പം അവരുടെ കൂട്ടത്തിൽ അവിടെ ഞാനൊരു 3 days സ്പെൻഡ് ചെയ്തു. അവർ ഒരു ഭയങ്കര റിലീജിയസ് പരമായ കുറെ കാര്യങ്ങൾക്ക്, ഒരു പോസിറ്റീവ് മൈൻഡ് വരെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു. ഇതിലേക്കൊന്നൂതാൻ ഇതെന്താ? ഉറുക്ക് മുറുക്ക ഉറുക്ക്. വണ്ടിയുണ്ട്, പൈസയുണ്ട്, എല്ലാ വിലയ്ക്കും നമ്മുടെ അടുത്തുണ്ട്. പക്ഷെ നമുക്ക് ഇല്ലാതെന്നറിയോ, ഒരു കൂട്ടില്ല. അപ്പൊ എന്റെ മനസ്സിലുള്ള നടക്കുന്ന കാര്യങ്ങൾ, എന്റെ ലൈഫിൽ പേഴ്സണലി നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് ആരും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു. 7-ാം തീയതി എന്റെ കയ്യിൽ നിന്ന് മൊത്തം പോയി. അതിനിടെ ഞാൻ സൈക്കാട്രിസ്റ്റിനെ ഹയർ ചെയ്തു. ഇത് രോഗമൊന്നും അല്ലായിരുന്നു, ഒരുതരം മാനസിക വിഭ്രാന്തി. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഇമാർക്കസ് കിനോഫിയ തകാഡി എന്ന് പറയും. ഓ, എനിക്ക് അപ്പോഴേ തോന്നി. കയ്യിൽ നിന്ന് പോയി എന്ന് വെച്ച് കഴിഞ്ഞാല് എൻറ്റയർലി ഞാൻ ഭയങ്കരമായ ഒരു സിറ്റുവേഷനിലേക്ക് പോയി. എനിക്ക് എന്റെ ബോഡി ഫുൾ ഹീറ്റ് ആവാൻ തുടങ്ങി. ചെറുപ്പക്കാരനായ എന്റെ ബോഡി ഫുൾ ടൈം ഹീറ്റായി, സ്മോക്ക് വരാൻ തുടങ്ങി. എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയാം. ഞാൻ എന്റെ വീട്ടിൽ ഒറ്റക്കാണ്. സോ ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. നോട്ട് ദ പോയിന്റ്. തൂങ്ങുന്നതിനിടയിൽ ഈ കൊമ്പങ്ങാനും ഒടിഞ്ഞ് എന്റെ തലയിൽ വീണാൽ ഞാൻ തല പൊട്ടി ചത്തുപോകും. കാത്തോളണേ. ഇപ്പം ഐ എം ഓക്കെ. ഇനി ഞാൻ ഒരിക്കലും ആ ഒരു തെറ്റ് ആവർത്തിക്കില്ല, ഒരിക്കലും ആവർത്തിക്കില്ല. അതാണ് നല്ലത്.